ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ അഥവാ ഇ സി എം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൽ നിലവിലുള്ള ഒരു മോഡേൺ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തൊരു കമ്പോണൻ്റാണ് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ. നിലവിൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന എല്ലാ മെക്കാനിക്കൽ കമ്പോണൻസും ഇന്ന് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയി കഴിയുമ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സും അതേപോലെ സിഗ്നൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂളിൽ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ എന്നുള്ള നിലക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ഇ.സി.എം എന്ന ഷോർട്ട് നെയിമിലാണ് ഇത് അറിയപ്പെടുക. ഇ.സി.എം. The electronic control system consists of various sensors which detect the state of engine and driving conditions. ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല സെൻസറുകൾ വണ്ടിയുടെ പല ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ സെൻസറുകളിൽ നിന്നുള്ള ആ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് കണ്ടീഷന് അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യും, ചിലപ്പോൾ വളരെ ലോ സ്പീഡിൽ ഡ്രൈവ് ചെയ്യും, ചിലപ്പോൾ നല്ല ലോഡിൽ ഡ്രൈവ് ചെയ്യും, ചിലപ്പോൾ ലോ ലോഡിൽ ഡ്രൈവ് ചെയ്യും. ഈ ഡ്രൈവിംഗ് കണ്ടീഷൻസ് അനുസരിച്ച് എൻജിൻ്റെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ നമ്മുടെ വെഹിക്കിളിൻ്റെ പല ഭാഗങ്ങളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെൻസറിൽ നിന്നുള്ള സിഗ്നൽസ് കളക്ട് ചെയ്യുക. ECM which controls various devices according to the signals from the sensors and various control devices. അതുപോലെ വേരിയസ് കൺട്രോൾഡ് ഡിവൈസിൽ നിന്നുള്ള സിഗ്നൽസ് എല്ലാം കളക്ട് ചെയ്യാം. എന്നിട്ട് ECMൽ വന്നിട്ട് അത് കൺട്രോൾ ചെയ്യപ്പെടും. സിഗ്നൽസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് സിഗ്നൽസ് ECMലേക്ക് ഈ ഡാറ്റയെ സെൻഡ് ചെയ്യും. അങ്ങനെ ECMൽ വെച്ച് ഈ ഡാറ്റകളെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം ECMൽ നിന്നും മറ്റൊരു ഡാറ്റയായി പുറത്തേക്ക് പോകും. ദ കൺട്രോൾ സിസ്റ്റംസ് ആർ ഫോളോസ്. ഒരു വെഹിക്കിളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള കൺട്രോൾ സിസ്റ്റംസ് ആണ് താഴെ പറയുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഫ്യൂവലിൻ്റെ ഇഞ്ചക്ഷനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം, ഒരു എൻജിൻ്റെ ഐഡിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നില്ല പക്ഷേ ഐഡിൽ സ്പീഡിലുള്ള അതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അതാണ് ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം. ദെൻ ഫ്യൂവൽ പമ്പ് കൺട്രോൾ സിസ്റ്റം, ഒരു എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂവൽ പമ്പിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഫ്യൂവൽ പമ്പ് കൺട്രോൾ സിസ്റ്റം. റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം, ഇത് കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് റേഡിയേറ്റർ ഫാനിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് റേഡിയേറ്റർ ഫാൻ കൺട്രോൾ സിസ്റ്റം. അതിൽ ഐഡിൽ സ്പീഡ് കൺട്രോൾ സിസ്റ്റം, ദ സിസ്റ്റം കൺട്രോൾസ് ദ ബൈപ്പാസ് എയർ ഫ്ലോ ബൈ മീൻസ് ഓഫ് ECM ആൻഡ് IAC വാൾവ് ഫോർ ദി ഫോളോവിങ് പർപ്പസസ്. ഇവിടെ ചെയ്യുന്നത് ECM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ. ഈ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ബൈപ്പാസ് എയർ ഫ്ലോയിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ കൺട്രോളിങ് സാധ്യമാക്കുന്നത് IAC വാൾവ് വഴിയാണ്. IAC വാൾവ് എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് എയർ കൺട്രോൾ വാൾവ്, ഇൻടേക്ക് എയർ കൺട്രോൾ വാൾവ്. ഈ ഇൻടേക്ക് എയറിനെ കൺട്രോൾ ചെയ്തിട്ട് വെഹിക്കിളിലേക്കുള്ള ബൈപ്പാസ് എയർ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യുക, അതിലൂടെ ഐഡിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം ഒരു വെഹിക്കിൾ ഒരു ഡീസൽ എഞ്ചിനാണെങ്കിലും പെട്രോൾ എഞ്ചിനാണെങ്കിലും എയർ റേഷ്യോ സോഷ്യോമെട്രിക് റേഷ്യോ അനുസരിച്ചിട്ടാണ് വെഹിക്കിളിൻ്റെ എൻജിൻ്റെ സ്പീഡും ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഇത്ര കണ്ട് ഫ്യൂവൽ എടുക്കുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് എയർ അവിടെ വേണമെന്നുള്ളതാണ് സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ സോഷ്യോമെട്രിക് റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ട് കൂടുതൽ ലോഡ് വേണ്ട സമയത്ത് എത്ര ഫ്യൂവൽ കൊടുക്കുന്നോ അതിനോട് അനുബന്ധിച്ച് അത്രയും പെർസെൻറ്റേജ് തന്നെ എയറിനെ എടുക്കുന്നു. അതിനനുസരിച്ചിട്ട് എയർ കൺട്രോൾ വാൾവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്നു. ഇവിടെ ഈ കൺട്രോളിങ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്നത് ECM ആണ്, എൻജിൻ കൺട്രോൾ മൊഡ്യൂളാണ്. എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ വെഹിക്കിളിൻ്റെ കണ്ടീഷൻ പരിശോധിച്ച് സിഗ്നലുകൾ പാസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് വാൾവിനെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്ത് അത്രയും എമൗണ്ട് എയറിനെ അകത്തേക്കും അതേപോലെ എക്സോസ്റ്റിലും ഇതേപോലെ നമുക്ക് സെൻസർ ഉപയോഗിക്കുന്നുണ്ട്, അവിടെയും ECM വർക്ക് ചെയ്യുന്നു.
ടു കീപ് ദ എൻജിൻ ഐഡിൽ സ്പീഡ് ആസ് സ്പെസിഫൈഡ് അറ്റ് ആൾ ടൈം. അപ്പോൾ ഐഡിൽ സ്പീഡ് എപ്പോഴും ഒരു സ്പെസിഫൈഡ് ആയിട്ട് അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ECM ചെയ്യുന്നത്. ദ എൻജിൻ ഐഡിൽ സ്പീഡ് ക്യാൻ വേരി ഡ്യൂ ടു ലോഡ് അപ്ലൈ ടു ദ എൻജിൻ. ഇപ്പോൾ ലോഡിനനുസരിച്ചിട്ട് എൻജിൻ്റെ ഐഡിൽ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാകും. കൂടുതൽ ലോഡുള്ള സമയത്ത് ഐഡിൽ സ്പീഡ് കുറയും, അതുപോലെ കൂടുതൽ ലോഡ് കുറഞ്ഞ സമയത്ത് ഐഡിൽ സ്പീഡ് കൂടും. To improve the starting performance of the engine to compensate air-fuel mixture ratio when decelerating, to improve drivability while engine is warmed up. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻടേക്ക് എയർ കൺട്രോൾ വാൾവ് ഉപയോഗിച്ച് എയറിനെ കൺട്രോൾ ചെയ്യുന്നത് മൂലം ഒരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്റ്റാർട്ടിംഗ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിക്കാനും, ഇനി ആക്സിലറേറ്റ് ചെയ്യാത്ത സമയത്ത് വെഹിക്കിൾ സ്ലോ ഡൗൺ ആവുന്ന സമയത്തും അതിൻ്റെ എയർ ഫ്യൂൽ മിക്സ്ചർ റേഷ്യോ കറക്റ്റായിട്ട് കൊണ്ടുപോകാനും ഈ ECMൻ്റെ പ്രവർത്തനം മൂലം നമ്മളെ സാധിക്കും. അതുപോലെ എൻജിൻ വാംഡ് അപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ തണുത്ത് നിൽക്കുന്ന സമയത്തുള്ള സോഷ്യോമെട്രിക് റേഷ്യോ അല്ല വേണ്ടത്. ആ സമയത്ത് നമുക്ക് എയർ ഫ്യൂൽ റേഷ്യോയിൽ വ്യത്യാസം വരും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എൻജിൻ കൺട്രോൾ മൊഡ്യൂളാണ്. IAC valve operates. Intake air control valve operates according to duty signal sent from ECM. ECM detects the engine condition by using the signals from various signals and switches and control the bypass airflow by changing IAC valve opening. അങ്ങനെ ECM കണ്ടുപിടിക്കും എൻജിൻ്റെ പല ഭാഗങ്ങളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സെൻസറിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് എന്നിട്ട് എത്ര നമുക്ക് IAC വാൾവ് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂട്ടി സിഗ്നലാണ് ECM IACയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ IACയെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടി IOC എത്ര ഓപ്പൺ ആകണം എത്ര ക്ലോസ് ആകണം എന്ന് തീരുമാനിക്കുന്നത് ECM ആണ്. അങ്ങനെ തീരുമാനമെടുക്കാൻ ECMനെ സഹായിക്കുന്നത് പല ഭാഗങ്ങളിൽ ഫിറ്റ് ചെയ്ത് വച്ചിട്ടുള്ള സെൻസറുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ്. When the vehicle is at a stop, the throttle valve is at idle position and the engine is running. വെഹിക്കിൾ നമ്മളിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ത്രോട്ടിൽ വാൾവ് ഐഡിൽ പൊസിഷനിലാണ്. അതേപോലെ എൻജിൻ ആ സമയത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടി മൂവിങ് അല്ല. ദ എൻജിൻ സ്പീഡ് കെപ്റ്റ് അറ്റ് എ സ്പെസിഫൈഡ് ഐഡിൽ സ്പീഡ്. പക്ഷേ എൻജിൻ സ്പീഡ് ഒരു ഐഡിൽ സ്പീഡിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്ന സമയം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് പറയുന്ന പേരാണ് ഐഡിൽ സ്പീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് എൻജിൻ സ്പീഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്പീഡിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു കൺട്രോളിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് ECM ആണ്. ദെൻ മറ്റൊരു കൺട്രോൾ സിസ്റ്റമാണ് ഫ്യൂവൽ പമ്പ് കൺട്രോൾ സിസ്റ്റം. ECM controls on-off operation of the fuel pump by turning it on. ECM ഇവിടെ ഫ്യൂവൽ പമ്പിൻ്റെ കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഓണും ഓഫും ചെയ്യുക എന്നുള്ളതാണ്. ഫ്യൂവൽ പമ്പ് ഓണാക്കുക, ഫ്യൂവൽ പമ്പ് ഓഫ് ആക്കുക. ഇത് ഏത് സമയത്ത് ചെയ്യണം, ഏത് സമയത്ത് ഓണാക്കണം, ഏത് സമയത്ത് ഓഫ് ആക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ECM ആണ്. ഇതൊരു ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ദ ഫ്യൂവൽ പമ്പ് റിലേ അണ്ടർ എനി ഓഫ് ദി കണ്ടീഷൻസ് ഫോർ 2 seconds ആഫ്റ്റർ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ. അപ്പോൾ ഏത് കണ്ടീഷനിലാണെങ്കിലും ഫ്യൂവൽ പമ്പിൻ്റെ ഓൺ ഓഫ് പൊസിഷൻ തീരുമാനിക്കുന്നത് ECM ആണ്. അത് ഓണാക്കുന്ന സമയം ഇവിടെ പറയുന്നുണ്ട്. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കിയതിൻ്റെ ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ECM ഫ്യൂവൽ പമ്പ് ഓൺ ആക്കാനുള്ള ആ ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. വൈൽ ക്രാങ്കിങ് ദി എൻജിൻ, അതേപോലെ എൻജിൻ ക്രാങ്ക് ചെയ്യുന്ന സമയത്തും ഫ്യൂവൽ പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിഗ്നൽ പാസ് ചെയ്യിക്കും. വൈൽ എൻജിൻ സ്റ്റാർട്ട് സിഗ്നൽ ഈസ് ഇൻപുട്ടഡ് ടു ECM. അങ്ങനെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ECMന് കിട്ടുന്നതും മറ്റുള്ള സെൻസറുകളിൽ നിന്നാണ്. ആ സെൻസർ ഏതാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൈൽ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ ECM സെൻസർ ഓർ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സിഗ്നൽ ഈസ് ഇൻപുട്ടഡ് ടു ECM. അപ്പോൾ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്യിക്കുകയാണ്. ക്രാങ്ക് ചെയ്യിക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിലും ക്യാം ഷാഫ്റ്റിലും ഇതേപോലെ സെൻസറുകൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റിലുള്ളതാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറും, ക്യാം ഷാഫ്റ്റിലുള്ളതാണെങ്കിൽ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറും. ഈ 2 സെൻസറുകളും ക്യാം ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും പൊസിഷൻ സെൻസ് ചെയ്യും. എന്നിട്ട് ഇത് ക്രാങ്ക് ചെയ്യുന്ന സമയമാണ്, എൻജിൻ ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഇൻഫർമേഷൻ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂളിന് കൈമാറും. അപ്പോൾ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷം ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ
വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പറയാൻ തന്നെ കാരണം ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്യൂവൽ സിസ്റ്റമാണ്. ഫ്യൂവൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിക് കൺട്രോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് ECMനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യിക്കാം എന്നുള്ളതാണ്. ഒരു ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തെ നമ്മൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യിക്കാം എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ എന്നുള്ള ഒരു സംവിധാനം പറയുന്നത്. ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ? ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ ഈസ് എ ഡീസൽ എൻജിൻ fuel injection control system for the precise metering and delivery of fuel into combustion chamber of modern diesel engine used in trucks or car. ഇപ്പോൾ പുതിയതായിട്ട് മോഡേൺ ആയിട്ടുള്ള ഡീസൽ എൻജിൻസ്, ഉദാഹരണത്തിന് ട്രക്കുകൾ, കാറുകൾ, അവയിലൊക്കെ ഉപയോഗിക്കുന്ന ഡീസൽ എൻജിനുകളിൽ കറക്റ്റ് അളവിൽ പ്രിസൈസ് മീറ്ററിംഗ് എന്ന് വെച്ചാൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവിലുള്ള ഫ്യൂവലിനെ കമ്പഷൻ ചേമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടി, അതിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേടുന്ന ഒരു ടെക്നോളജിയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ അല്ലാതെയുള്ള മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിട്ടുള്ള സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു എൻജിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി എത്ര ഫ്യൂവൽ അവിടേക്ക് വേണം, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് എത്ര ഫ്യൂവൽ വേണം, അത് കൃത്യമായി അളന്ന് കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ നമ്മളെ സഹായിക്കും. The electronic control, the system which provides greater ability for precise measuring, data processing, environment flexibility and analysis to ensure efficient diesel engine operation. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് എൻജിൻ കണ്ടീഷൻ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള അളവിലുള്ള ഫ്യൂവലിനെ ഡീസൽ എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യിച്ച് ആ ഡീസൽ എൻജിൻ ഓപ്പറേഷനെ വളരെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് റിസീവ്സ് ദ ഇൻഫർമേഷൻ ഫ്രം സെൻസർ. അപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് സെൻസറുകളിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു എൻജിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെൻസറുകളിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നത്. അനലൈസ്, കാൽക്കുലേറ്റ് ഇറ്റ് ആൻഡ് സെൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ടു ദ ആക്ച്വേറ്റേഴ്സ്. അവിടെ നിന്നും കിട്ടുന്ന സെൻസറുകളിൽ നിന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്കിങ് പൊസിഷനിലാണെങ്കിൽ ഒരു 100 RPM താഴെയായിരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡ് വരിക. അപ്പോൾ സെൻസർ ഇത് സെൻസ് ചെയ്യാണ് 100 RPM താഴെയാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡ് വരുന്നത്. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാണെന്നുള്ളത് സിഗ്നൽ മനസ്സിലാക്കുന്നു, ഒരു സെൻസർ മനസ്സിലാക്കുന്നു. ഈ സെൻസർ ഇങ്ങനെ കിട്ടിയൊരു ഇൻഫർമേഷനെ ECMലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ECMലെ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാകുന്നു എൻജിൻ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാണ്, ഈ സമയത്ത് നമുക്ക് കൂടുതൽ എയർ വേണം, കൂടുതൽ ഫ്യൂവൽ വേണം. അതിനനുസരിച്ചിട്ട് ആ സിഗ്നൽ, കൂടുതൽ എയർ വേണം, കൂടുതൽ ഫ്യൂവൽ വേണം എന്നുള്ള ഒരു സിഗ്നൽ നേരെ ഫ്യൂവൽ ഇഞ്ചക്ടറുകളിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെയുള്ള സോളിനോയിഡിൻ്റെ ഓപ്പറേഷൻ മൂലം അതിലേക്ക് വരുന്ന ഫ്യൂവലിൻ്റെ എമൗണ്ട് കൂട്ടുന്നു. ഇൻടേക്ക് എയർ കൺട്രോൾ വാൾവിൻ്റെ ഓപ്പറേഷൻ മൂലം, IAC വാൾവിൻ്റെ ഓപ്പറേഷൻ മൂലം അതിലേക്ക് വരുന്ന എയറിൻ്റെ എമൗണ്ടും കൂട്ടുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്തുകൊണ്ട് കൃത്യമായ അളവിലുള്ള എയർ ഫ്യൂവൽ ഡീസൽ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഇലക്ട്രോണിക് ഡീസൽ കൺട്രോളിനെ കൊണ്ട് സാധിക്കുന്നു. ഇറ്റ് കൺവേർട്സ് ഇൻഫർമേഷൻ ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ. അപ്പോൾ EDC ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അനലോഗിനെ നിന്ന് ഡിജിറ്റലിലേക്ക് ഈ ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അനലോഗും ഡിജിറ്റലൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങളിൽ ചർച്ച ചെയ്ത് പോയതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് ടു പ്രോസസ് ദ ഇൻഫർമേഷൻ ഫ്രം സെൻസർ ടു ECM ആൻഡ് ECM ടു ആക്ച്വേറ്റേഴ്സ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇൻഫർമേഷൻ ഈ കിട്ടിയ സിഗ്നൽസിനെ മൈക്രോ പ്രോസസ്സറിലേക്ക് എത്തുന്നു. മൈക്രോ പ്രോസസ്സർ ഈ സെൻസറിനെ തിരിച്ച് ആക്ച്വേറ്ററുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സെൻസറുകളിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുന്നു, ദെൻ അത് ECMലെത്തുന്നു. ECM അതിനെ വർക്കൗട്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് ECM ഇതിനെ ആക്ച്വേറ്ററുകളിലേക്ക് ഈ സിഗ്നലിനെ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ ആക്ച്വേറ്റർ എന്താണെന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഇലക്ട്രോണിക്കലായിട്ട് കിട്ടിയ സിഗ്നൽ, ഇപ്പോൾ സ്പീഡിനെ സെൻസ് ചെയ്യുക. സ്പീഡ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണ്, RPM ആണ്. ഈ മെക്കാനിക്കൽ മൂവ്മെൻറ്റിനെ
സെൻസ് ചെയ്തിട്ട് പിന്നെ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് മാറ്റുന്നത്. എന്നിട്ട് അത് ഇ സി എമ്മിലേക്ക് എത്തുന്നു. ഇ സി എം അതിനെ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് അതിനെ വീണ്ടും ആക്ച്വേറ്ററുകളിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആക്ച്വേറ്റർ ഈ ഇലക്ട്രോണിക് സിഗ്നൽസിനെ വീണ്ടും മെക്കാനിക്കൽ മൂവ്മെൻറ്റ് ആക്കി മാറ്റും. സിഗ്നൽസ് അല്ല, മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആക്കി മാറ്റും. മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഓപ്പണിംഗ്, ക്ലോസിങ് എന്നൊക്കെ പറയുന്ന മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആണ്. ആ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക എന്നുള്ളത് ചെയ്യുന്നതാണ് ആക്ച്വേറ്ററുകൾ ചെയ്യുന്നത്. നമ്പർ ഓഫ് മൈക്രോ പ്രോസസ്സർ ആർ ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. അപ്പോൾ ഒരു ഇ സി എമ്മിൽ ഒരെങ്കിലും ഒരു ഇ ഡി സിയിൽ ഉപയോഗിക്കുന്ന സെൻസറുകളുടെയും ആക്ച്വേറ്ററുകളുടെയും എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും മൈക്രോ പ്രോസസ്സറുകളുടെ എണ്ണം നമ്മൾ തീരുമാനിക്കുക. ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് മെമ്മറി ടു സ്റ്റോർ ഡാറ്റ. അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി സിസ്റ്റം കൂടി ഉണ്ടാകും. സ്പീഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് 8 ബിറ്റ്. അപ്പോൾ സ്പീഡ് നമ്മളിപ്പോൾ സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് RPM ആണ്, റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട്. ഇലക്ട്രോണിക് സിഗ്നൽസ് ആക്കി മാറ്റി കഴിയുമ്പോൾ അതിന് ഒരു സ്റ്റോറേജ് സിസ്റ്റം വരുന്നു. അതിന് 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ്, 64 ബിറ്റ് അങ്ങനെയുള്ള ഓരോ സിഗ്നൽസ് ആയിട്ടാണ് ഈ സ്പീഡ് എന്നുള്ളൊരു പാരാമീറ്റർ RPM എന്നുള്ളതിനെ ഇലക്ട്രോണിക് സിഗ്നൽസ് ആക്കുമ്പോൾ മാറുന്നത്. ടു പാസ് ദി ഇൻഫർമേഷൻ ഫ്രം സെൻസർ ടു ഇ സി എം. അങ്ങനെ ഈ ഇൻഫർമേഷനെ സെൻസറിൽ നിന്നും ഇ സി എമ്മിലേക്ക് കൊണ്ടുവരുന്നു. ഇ സി എം ടു ആക്ച്വേറ്റർ. അങ്ങനെ ഇ സി എം അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അത് ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ആൾസോ ഇൻ നെറ്റ്വർക്കിംഗ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലാണ് ഉള്ളത്. സെൻസറിൽ നിന്നും ഇ സി എമ്മിലേക്ക് വരുന്നു, ഇ സി എമ്മിൽ നിന്നും ആക്ച്വേറ്ററിലേക്ക് വരുന്നു, ആക്ച്വേറ്ററിൽ നിന്നും വീണ്ടും സെൻസ് ചെയ്തിട്ട് വീണ്ടും ഇ സി എമ്മിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനും അവിടെ സെൻസർ ഉണ്ട്. ഇതൊരു നെറ്റ്വർക്കിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ഹാവ് ടു ബി മെയ്ഡ് ഫോർ ഈച്ച് സെൻസർ ആൻഡ് ആക്ച്വേറ്റർ. അതേപോലെ ഓരോ സെൻസറിനും ഓരോ ആക്ച്വേറ്ററിനും ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ഇ സി എമ്മിൽ ചെയ്തിട്ടുണ്ടാകും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീഡ് സെൻസ് ചെയ്യുന്നത് പോലെയല്ല എയറിൻ്റെ എമൗണ്ട് സെൻസ് ചെയ്യുന്നത്. എയറിൻ്റെ എമൗണ്ട് സെൻസ് ചെയ്യാനുള്ള സെൻസറിന് ഉള്ള പ്രത്യേകതയല്ല സ്പീഡ് സെൻസറിനുള്ളത്. അപ്പോൾ ഓരോ സെൻസറിനും അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാം ഇവിടെ നമുക്ക് ഇ സി എമ്മിൽ വ്യത്യാസം ഉണ്ടാകും. മെയിൻ കൺട്രോൾ സിസ്റ്റംസ് ഇൻ ഡീസൽ എഞ്ചിൻ. ഒരു ഡീസൽ എഞ്ചിനിലുള്ള ഒരു മെയിൻ കൺട്രോൾ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇറ്റ് കൺട്രോൾസ് ദ ഫ്യൂവൽ ഫോർ ഐഡലിംഗ്. അപ്പോൾ ഇ ഡി സി ചെയ്യുന്ന ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ മൊഡ്യൂൾ ചെയ്യുന്ന ഒരു മെയിൻ ഫങ്ഷനാണ് ഇറ്റ് കൺട്രോൾസ് ദ ഫ്യൂവൽ ഫോർ ഐഡലിംഗ്. ഐഡലിങ്ങിൻ്റെ സമയത്ത് ഉള്ള ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യിക്കുക. ഇറ്റ് കൺട്രോൾസ് ദ ഫ്യൂവൽ ഫോർ ഹൈ സ്പീഡ്. എഞ്ചിൻ ഹൈ സ്പീഡിലായിരിക്കുമ്പോൾ എത്ര ഫ്യൂവൽ വേണം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാം. ഇറ്റ് കൺട്രോൾസ് ദ ഫ്യൂവൽ അക്കോർഡിംഗ് ടു ദ സ്പീഡ് ആൻഡ് ലോഡ് കണ്ടീഷൻ. ഇപ്പോൾ സ്പീഡിനും ലോഡിനും അനുസരിച്ചിട്ട് എത്ര ഫ്യൂവൽ വേണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാം. ഇറ്റ് കൺട്രോൾസ് ദ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൾവ്. എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്യാനുള്ള വാൾവിനെ കൺട്രോൾ ചെയ്യുക. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യലും കൂടി ഈ ഒരു സിസ്റ്റത്തിൽ വരും. അപ്പോൾ എന്തിനാണ് എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു എൻജിൻ വർക്ക് ചെയ്തിട്ട് എക്സോസ്റ്റ് ഗ്യാസിനെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ബേണിങ് മൂലം ചിലപ്പോൾ ഡീസൽ കംപ്ലീറ്റ് കത്തിയിട്ടുണ്ടാവില്ല. കംപ്ലീറ്റ് കത്താത്ത സമയത്ത് ഒരു ഫ്യൂവൽ എക്സോസ്റ്റിൽ മെയിനായിട്ടും കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടാവുക ഹൈഡ്രോ കാർബൺസ് ആണ്. ഈ ഹൈഡ്രോ കാർബൺസ് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പോണൻറ്റ് വേറെ ഇല്ല. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് ഒരിക്കലും അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് അത്ര ഓപ്പണായി എത്തിക്കൂടാ. അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കാറ്റലിറ്റിക് കൺവെർട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും പുറമെ ഈ ഹൈഡ്രോ കാർബൺസ് തന്നെയാണ് ഫ്യൂവലിലുള്ളത്. അപ്പോൾ കത്താത്ത ഫ്യൂവലിനെ വീണ്ടും കത്തിക്കാൻ വേണ്ടി എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ ഒന്നുകൂടി ഇൻടേക്കിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഗ്യാസിനെ ഒരു പൈപ്പ് വഴി വീണ്ടും ഇൻലെറ്റിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഗ്യാസിനെ ഒന്നും കൂടി കംപ്രസ് ചെയ്ത് വീണ്ടും നമ്മൾ അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ കത്തിച്ച് വീണ്ടും അതിനെ നമ്മൾ എക്സോസ്റ്റിലൂടെ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ കത്തി തീരാത്തുള്ള ആ ഫ്യൂവലിൽ കത്തി തീരാത്തുള്ള ചെറിയ ചെറിയ ഡീസൽ കണ്ടൻസ് എല്ലാം കത്തി പൂർണ്ണമായിട്ടും കത്തിയിട്ടുള്ള എക്സോസ്റ്റായിട്ട് പുറത്തേക്ക് പോകും. നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന കംപ്ലീറ്റ് ഫ്യൂവലും നമുക്ക് പൂർണ്ണമായിട്ടും കത്തിച്ചിട്ട് എൻജിന് നല്ലൊരു പെർഫോമൻസും നല്ലൊരു എഫിഷ്യൻസിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ GR വാൾവ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഗെറ്റ്സ് ദ ഇൻപുട്ട് ഫ്രം ദ ഡിഫറെൻറ്റ് സെൻസേഴ്സ് നെയ്മഡ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു
ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. ഒരു എൻജിനിലേക്ക് വരുന്ന ഇൻടേക്ക് എയറിൻ്റെ ക്വാണ്ടിറ്റി, എത്ര അളവിലുള്ള ഇൻടേക്ക് എയർ വരുന്നുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിൽ പൊസിഷനിലൂടെയാണ് അറിയാൻ പറ്റുക. അപ്പോൾ ത്രോട്ടിൽ പൊസിഷനിൽ ഒരു സെൻസർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി, എത്ര അളവ് എയർ എൻജിനിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറാണ്. അത് വാൾവ് ടൈമിങ്ങിനാണ് നമ്മൾ ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാൾവ് ടൈമിങ് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ അറിയണം. അപ്പോൾ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യും, പൊസിഷൻ സെൻസർ. അതുപോലെ നമുക്ക് വാൾവ് ടൈമിംഗ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ CKP ഫോർ RPM ആൻഡ് ഫയറിംഗ് ഓർഡർ. അപ്പോൾ RPM അനുസരിച്ചിട്ട് ഇത്ര സ്പീഡ് വേണം, ഫയറിംഗ് ഓർഡർ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഉപയോഗിക്കും. ഈ അറിവിൽ നിന്നും, ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്ന് RPM കിട്ടി, ഫയറിംഗ് ഓർഡർ കിട്ടി, അതിൽ നിന്നും നമുക്ക് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ ECT സെൻസർ. എൻജിൻ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എൻജിൻ ഏത് കണ്ടീഷനിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻജിൻ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്യൂവൽ, എയർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ IAT, ടെമ്പറേച്ചർ ഓഫ് ഇൻലെറ്റ് എയർ. അപ്പോൾ ഇൻലെറ്റ് എയറിൽ വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതിനെ സെൻസ് ചെയ്തിട്ട് നമുക്കതിനൊന്നും കൂടി ഹീറ്റ് ചെയ്യിക്കണോ, നമുക്ക് വർക്കിംഗ് കണ്ടീഷനാക്കണമെങ്കിൽ ഒന്നും കൂടി ഹീറ്റ് ചെയ്യിക്കണോ, എത്ര കണ്ട് എയർ വരുന്നുണ്ട്, എയറിന് ഇനി നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവരണോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സെൻസറുകളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നത്. ദെൻ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ ഉപയോഗിക്കുന്നത് ഇൻലെറ്റിലെ എയറിൻ്റെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രഷർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യിക്കണോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു ടെർബോ ചാർജറുകളും സൂപ്പർ ചാർജറുകളും. ടെർബോ ചാർജറുകൾ, സൂപ്പർ ചാർജർ വർക്ക് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടോ, ഈ സമയത്ത് അബ്സല്യൂട്ട് പ്രഷർ കറക്റ്റ് ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വർക്കിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് MAP സെൻസറുകൾ ഉപയോഗിക്കുന്നത്. ദെൻ O2 സെൻസർ. എത്ര പെർസെൻറ്റേജ് എക്സോസ്റ്റ് ഗ്യാസിലുണ്ട്, ഓക്സിജൻ. ഈ ഓക്സിജൻ്റെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ വീണ്ടും എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൾവിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എയറിൽ ഓക്സിജൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കത്തുള്ളൂ. അപ്പോൾ ഈ ഓക്സിജൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം വർക്ക് ചെയ്യിക്കുള്ളൂ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെൻസർ കൊടുക്കും, അതാണ് O2 സെൻസർ. ഇത്രയും സെൻസറുകൾ, ഇപ്പോൾ 7ഓളം സെൻസറുകളുണ്ട്. 7ഓളം സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ടാണ് EDC സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത്രയും ഈ 7 സെൻസറുകളിൽ നിന്നുള്ള സെൻസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ട് ECMൽ വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്കതിൽ ഓരോ ആക്ച്വേറ്ററുകളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ആഫ്റ്റർ റിസീവിങ് ദ എബോവ് ഇൻപുട്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 7 സെൻസറുകളിൽ നിന്നുള്ള സെൻസിങ് ഇൻഫർമേഷൻസുകൾ ഇൻപുട്ട് എടുത്തതിന് ശേഷം ഇറ്റ് അനലൈസസ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് റിക്വയർഡ് ഫോർ ദ സിലിണ്ടർ. എന്നിട്ട് അത് അതിലേക്കുള്ള എമൗണ്ട്, എത്ര ഫ്യൂവൽ അതിലേക്ക് വേണം, സിലിണ്ടറിലേക്ക് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അക്കോർഡിംഗ്ലി ഇറ്റ് സപ്ലൈസ് ദ വോൾട്ടേജ് ടു ദ ഇഞ്ചക്ടർ സോളിനോയിഡ്. എന്നിട്ട് അത് ഇഞ്ചക്ടർ സോളിനോയിഡിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇഞ്ചക്ടർ സോളിനോയിഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഒരു ക്യുമിൻസ് ഡീസൽസ് പഠിച്ചു, ഡീസൽ എൻജിൻ, ക്യുമിൻ ഡീസൽ എൻജിൻ. ഈ ക്യുമിൻ ഡീസൽ എൻജിനിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലഞ്ചർ വർക്ക് ചെയ്യുന്നത് ക്യാം മൂലമാണെന്ന് നമ്മൾ പഠിച്ചു. ഈ സോളിനോയിഡ് ഇഞ്ചക്ടർ ആണെങ്കിൽ അവിടെയുള്ള വ്യത്യാസം, അവിടെയുള്ള പ്ലഞ്ചറിൻ്റെ വർക്കിംഗ് സോളിനോയിഡ് മൂലമാണ്. അപ്പോൾ ആ ഒരു സോളിനോയിഡാണ് എത്ര ഫ്യൂവൽ പാസ് ചെയ്യണം, എത്ര ഫ്യൂവൽ കുറച്ച് മതി എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്ലഞ്ചറിൻ്റെ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെൻറ്റ് കൺട്രോളിങ് ഒരു സോളിനോയിഡ് ഉപയോഗിച്ചിട്ടാണ് മോഡേൺ എൻജിൻസിലൊക്കെ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് വോൾട്ടേജ് ടു ദ ഇഞ്ചക്ടർ സോളിനോയിഡ്. അപ്പോൾ ഇവിടെ നിന്നും കിട്ടിയ സിഗ്നൽസ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട്
സോളിനോയിഡ് ഇഞ്ചക്ടർ സോളിനോയിഡിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇപ്പോൾ സോളിനോയിഡ് ഓപ്പൺ ആയിട്ട് ഇഞ്ചക്ടർ എത്ര ഫ്യൂവലിനെ കമ്പഷൻ ചേമ്പറിലേക്ക് സപ്ലൈ ചെയ്യണം എന്നുള്ള ആ ഒരു സിഗ്നൽ കൊടുക്കുന്നു. ദ മിനിമം ഇഞ്ചക്ടർ ഓപ്പണിംഗ് പീരീഡ് ഈസ് 1/10 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൻ്റെ 10 സമയമേ ഒരു ഇഞ്ചക്ടർ ഓപ്പണിങ്ങിന് വേണ്ടി എടുക്കുകയുള്ളൂ. വളരെ കുറഞ്ഞ സമയത്തിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിഗ്നൽ പാസിങ്ങും പ്രോസസ്സിങ്ങും ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം നടക്കുന്നത് വളരെ മൈക്രോ സെക്കൻഡുകൾക്കുള്ളിലാണ്. അപ്പോൾ ഇത്രയും ഫാസ്റ്റ് ആയിരിക്കും ഈ ഒരു സിസ്റ്റം. മിനിമം 3 ഇമ്പോർട്ടൻറ്റ് സെൻസേഴ്സ്. അപ്പം പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻറ്റ് സെൻസേഴ്സാണുള്ളത്. ഒന്ന് TP സെൻസർ എന്ന് പറയുന്നത് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. രണ്ടാമത്തെ CKP സെൻസർ, ക്രാങ്ക് പൊസിഷൻ സെൻസർ. മൂന്നാമത്തത് CMP സെൻസർ, ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. ഈ ഒരു 3 സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ടാണ് സ്റ്റാർട്ടിംഗ് ടൈമിൽ എത്ര കണ്ട് ഫ്യൂൽ വേണം, എത്ര എയർ വേണം എന്നുള്ളതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇഫ് എനി വൺ ഓഫ് ദി സെൻസർ ഫെയിൽസ്, അപ്പോൾ ഈ ഒരു 3 സെൻസറുകളിൽ നിന്നും ഏതെങ്കിലും ഒരു സെൻസർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്, എൻജിൻ സ്റ്റാർട്ട് ആവില്ല. ഈ 3 സെൻസറുകളും നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം. ഒന്ന് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, രണ്ടാമത്തത് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, മൂന്നാമത്തത് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ. ബാക്കിയുള്ള നമ്മൾ പറഞ്ഞ 7 സെൻസറുകളിൽ നിന്നും 3 പറഞ്ഞത്. ബാക്കിയുള്ള 4 സെൻസറുകളും വർക്ക് ചെയ്തില്ലെങ്കിലും എൻജിൻ സ്റ്റാർട്ടാകും. റെസ്റ്റ് ഓഫ് ദി സെൻസേഴ്സ്, ബാക്കിയുള്ള IIT സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ, ECT എൻജിൻ കൂളൻ്റ് ടെമ്പറേച്ചർ, MAP മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ ആൻഡ് O2 ഓക്സിജൻ സെൻസർ. ഇത് 4 ഫെയിലായാൽ പോലും എൻജിൻ വിൽ സ്റ്റാർട്ട് ബട്ട് ദ പെർഫോമൻസ് ഓഫ് ദി എൻജിൻ വിൽ എഫക്റ്റ്. എൻജിൻ സ്റ്റാർട്ടാകും, പക്ഷേ എൻജിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഈ ഒരു 4 സെൻസറുകളും നിർബന്ധമില്ല, പക്ഷേ എൻജിൻ പെർഫോമൻസിനെയാണ് ഈ 4 സെൻസറുകളും ബാധിക്കുന്നത്. ഇവിടെ 3 സെൻസറുകൾ ഇത് നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ടാവില്ല. എക്സാമ്പിൾ ഓഫ് കൺട്രോൾ യൂണിറ്റ്സ് EDC ഇൻ എ വെഹിക്കിൾ. അപ്പോൾ ഒരു വെഹിക്കിളിലുള്ള EDC അല്ലെങ്കിൽ ECM വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ, കൺട്രോളിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. എൻജിൻ മാനേജ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ECM വേണ്ടി വരും. ദെൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ സമയത്തും നമുക്ക് EDCയുടെ സഹായം വേണ്ടി വരും. വെഹിക്കിളിൻ്റെ സ്പീഡ്, ലോഡ്, അതുപോലെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഗിയർ ചേഞ്ചിങ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നിർബന്ധമായിട്ടും ECMൻ്റെ സാന്നിധ്യം വേണ്ടി വരും. ദെൻ പവർ സ്റ്റിയറിങ് എത്ര കണ്ട് തിരിയുന്നു, ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് പവർ സ്റ്റിയറിങ് വരുന്നത്. ദെൻ SRS എയർ ബാഗിൻ്റെ സപ്ലിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം, അത് ഓപ്പണിങ് ക്ലോസിങ്, എപ്പോഴാണ് പുറത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യേണ്ടത്, വണ്ടി വന്ന് കൊളൈഷൻ സംഭവിച്ച സമയം, എത്ര സ്പീഡിലാണ് അത് അപകടമുണ്ടാക്കിയ അത്രയും പവറിലാണോ ഒന്ന് അടിച്ചത്, ഇതൊക്കെ സെൻസ് ചെയ്യാനുള്ള സെൻസറുകളിൽ നിന്നും അതിൻ്റെ സിഗ്നൽസ് പോകുന്നത് ECMയിലേക്കാണ്. അപ്പോൾ ഈ ECM അതിനെ റീഡ് ചെയ്തിട്ടാണ് എയർ ബാഗ് ഡിപ്ലോയ്മെൻറ്റ് സംഭവിക്കണോ, പുറത്തേക്ക് വരണോ, അതോ അകത്തന്നെ ഇരുന്നാൽ മതിയോ, സീറ്റ് ബെൽറ്റ്, അതിന് കൂടാതെ തന്നെ സീറ്റ് ബെൽറ്റ് ഡിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട്. ഒരുപാട്, ഇതിപ്പോൾ 4 ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ABS, വെഹിക്കിളിലുള്ള ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടയറിൻ്റെ എൻജിൻ്റെ സ്പീഡ് ആദ്യം ചെക്ക് ചെയ്യണം, വെഹിക്കിളിൻ്റെ സ്പീഡ് നോക്കണം, ടയറിൻ്റെ സ്പീഡ് നോക്കണം, ടയറിൻ്റെ ആംഗിൾ നോക്കണം, റോഡിൻ്റെ കണ്ടീഷൻ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ABS സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ECMൻ്റെ ഹെൽപ്പ് വേണം. ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ചില്ലറ സാധനമല്ല. പുതിയൊരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വെഹിക്കിളിൻ്റെ ഏകദേശം ഒരു 75% കമ്പോണൻസിൻ്റെ വർക്കിങ്ങും ഈ ഒരു ECM മുഖേനയാണ് നിലവിലെ വെഹിക്കിൾസിലെല്ലാം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ്റെ കാര്യം. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൽവ്സ് അലൗസ് ദ എക്സോസ്റ്റ് ഗ്യാസസ് ഇൻ ടു ദ ഇൻലെറ്റ് മാനിഫോൾഡ് ടു ബേൺ ദ അൺബേൺ ഗ്യാസസ് ടു റെഡ്യൂസ് ദ എമിഷൻ. അപ്പോൾ പറഞ്ഞിരുന്ന എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അൺബേൺഡ് ഗ്യാസ്, കത്തിത്തീരാത്ത ഗ്യാസുകൾ കത്താൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി കത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് തിരിച്ച് എക്സോസ്റ്റ് ഗ്യാസിനെ ഒന്നുകൂടി പറഞ്ഞു വിടുന്ന ആ ഒരു പ്രോസസ്സാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ. ദ ഓപ്പണിംഗ് ആംഗിൾ ഓഫ് ദി വാൾവ് ഈസ് കൺട്രോൾഡ് ബൈ ദി EDC. അപ്പോൾ ഈ ഒരു വാൾവിൻ്റെ ഓപ്പണിങ്ങും
ക്ലോസിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് EDC ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ പാസിംഗ് ത്രൂ ദ എക്സോസ്റ്റ് ഗ്യാസ്. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൽ O2 സെൻസർ വെച്ചിട്ടുണ്ടാവും. ആ O2 സെൻസറിൻ്റെ പേരാണ് ലാംഡ സെൻസർ എന്ന് അതിന് പറയലുണ്ട്. എക്സോസ്റ്റ് ഗ്യാസിൽ വെക്കുന്ന O2 സെൻസറിന് ലാംഡ സെൻസർ എന്നും പറയും. എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് എന്താണ് ലാംഡ സെൻസർ എന്നുള്ളത്. അപ്പോൾ ഈ ലാംഡ സെൻസറിൽ നിന്നുള്ള ഡീറ്റെയിലും എടുത്തിട്ടാണ് ഇതിൻ്റെ ഓപ്പണിങ്ങും വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. EDC ഗെറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഫ്രം ദ ഓക്സിജൻ സെൻസർ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ആ പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിലുണ്ട് എന്നുള്ളത് ഓക്സിജൻ സെൻസർ സെൻസ് ചെയ്യുന്നു. എന്താണ് സെൻസർ എന്നുള്ളത്? കുറേ നേരം നമ്മൾ സെൻസർ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് സെൻസർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് സെൻസസ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ വേരിയബിൾസ് ആൻഡ് സെൻസസ് ദാറ്റ് ഇൻഫർമേഷൻ ടു ദ ECM ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ്. അപ്പോൾ സെൻസർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഒരു ഫിസിക്കലായിട്ടുള്ള വേരിയബിളാണ്. അത് ഒരു ഫിസിക്കലായിട്ടാണ് മാറുന്നതും ചേഞ്ച് ചെയ്യുന്നതെല്ലാം. അതുപോലെ കെമിക്കലായിട്ടുള്ള വേരിയബിളിന് ഉദാഹരണമാണ് ഇപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിൽ നമ്മൾ O2 സെൻസർ വെച്ചിട്ടുള്ളത്. അത് ആ ഒരു എയറിൽ എത്ര കണ്ട് O2 ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഒരു കെമിക്കലായിട്ടുള്ള ഒരു വേരിയബിളായിട്ടാണ്. ഇങ്ങനെയുള്ള കെമിക്കലായിട്ടും ഫിസിക്കലായിട്ടുള്ള വേരിയബിളിനൊക്കെ സെൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷനെ വോൾട്ടേജിൻ്റെ രൂപത്തിലേക്ക് ECMലേക്ക് പറഞ്ഞു വിടുന്ന ആളാണ് സെൻസർ. അപ്പം സെൻസർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഉള്ള വേരിയബിൾസിന് വോൾട്ടേജിൻ്റെ രൂപത്തിൽ അതിനെ മാറ്റിയിട്ട്, അപ്പോൾ അത് ഫിസിക്കലായിട്ട് കെമിക്കലായിട്ടാണ് ഉള്ളത്. ഇതിനെ ഇപ്പോൾ ഇതിൽ എക്സോസ്റ്റ് ഗ്യാസിൽ എത്ര O2 ഉണ്ടെന്നുള്ള ഒരു കെമിക്കലായിട്ടുള്ളൊരു അറിവാണ്. ഈ അറിവിനെ സെൻസ് ചെയ്തിട്ട് സെൻസർ അതിനെ വോൾട്ടേജിൻ്റെ രൂപത്തിലാക്കിയിട്ട് ECMന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് മാറ്റും. ECMന് മനസ്സിലാകുന്നത് വോൾട്ടേജ് മാത്രമാണ്. ഡയറക്റ്റ് ഓക്സിജൻ സെൻസ് ചെയ്തെടുക്കാനുള്ള കഴിവ് ECMനില്ല. അപ്പോൾ ഈ സെൻസർ എന്ത് ചെയ്യും? ഓക്സിജൻ സെൻസ് ചെയ്തിട്ട് അതിനെ വോൾട്ടേജിൻ്റെ രൂപത്തിൽ ECMലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അതാണ് ഒരു സെൻസർ ചെയ്യുന്നത്. ബിറ്റ്വീൻ 0 to 6 വോൾട്ട്സ് ഓർ 0 to 12 വോൾട്ട്സ് ആ ഒരു ഇതിലായിരിക്കും ഓരോ സെൻസറുകൾ, ഓരോ ഭാഗത്ത് ഉപയോഗിക്കുന്ന സെൻസറുകൾക്ക് ഓരോ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 0 to 6 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സെൻസറുകളുണ്ട്, 0 to 12 വോൾട്ട്സ് വർക്ക് ചെയ്യുന്ന സെൻസറുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു എക്സാമ്പിൾ ത്രോട്ടിൽ വാൾവ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ എൻജിനിൽ ഇൻലെറ്റിലാണ് ത്രോട്ടിൽ വാൾവ് വരുന്നത്, ഇൻടേക്ക് മാനിഫോൾഡിൽ. അത് എത്ര ഓപ്പൺ ആകാം, അതിൻ്റെ ആംഗിളാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ സെൻഡ് ടു ദ ECM ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ്. അപ്പോൾ ത്രോട്ടിൽ വാൾവ് ഇത്ര ഓപ്പണായി, ഇത്ര ആംഗിൾ ഓപ്പണായി എന്നുള്ളത് ഈ ആംഗിളിൻ്റെ രൂപത്തിൽ ഇതിനെ സെൻസർ സെൻസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ വോൾട്ടേജ് രൂപത്തിലാക്കിയിട്ട് ECMലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ECMന് അത് മനസ്സിലാകും. ഇപ്പോൾ 40 ഡിഗ്രിയിലാണ് ത്രോട്ടിൽ വാൾവ് ഓപ്പൺ ആയിട്ടുള്ളത്. 40 ഡിഗ്രിയിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇത്ര ഫ്യൂൽ വേണം, ഇത്ര എയർ വേണം, ഇത്ര എയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻജിൻ ഇത്ര സ്പീഡിലേക്ക് എത്തും എന്നുള്ളതൊക്കെ ഈ ECMൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ചിട്ട് ഇത്ര ആംഗിൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോൾ ഇത്ര കണ്ട് ഓരോ പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്നുള്ളതൊക്കെ ECMന് മനസ്സിലാക്കാനും അതുപോലെ കമാൻഡുകൾ ആക്ച്വേറ്ററുകളിലേക്ക് കൊടുക്കാനും സാധിക്കും. ഇവിടെ ഒരു നമുക്കൊരു സ്കീമാറ്റിക് ലേഔട്ട് സിസ്റ്റം കമ്പോണൻസ് ഒരു ECUലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ECM എടുക്കുന്ന ഇൻപുട്ട് ഇപ്പോൾ സെൻസറുകളിൽ നിന്നും വരുന്ന ഡാറ്റാസാണ് ഈ സൈഡിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ECUയിൽ വെച്ചിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ട് ഔട്ട്പുട്ട് അത് ആക്ച്വേറ്ററുകളിലേക്ക് പാസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കാം. എൻജിൻ സ്പീഡ് സെൻസർ CKP ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറാണ് പറയുന്നത്. എൻജിൻ സ്പീഡിൽ നിന്നും സിഗ്നൽ കിട്ടുന്നു, ECUയിൽ എത്തുന്നു, അത് അതിന് വേണ്ട ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യിക്കുന്നു. ഹാൾ സെൻറ്റർ എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകളാണ്. ആക്സിലേറ്റർ പെഡൽ പൊസിഷൻ സെൻസർ, അപ്പോൾ ഈ ആക്സിലേറ്റർ പെഡൽ എത്ര പൊസിഷനിൽ എത്ര ആംഗിളിലാണുള്ളത് എന്നുള്ളത് സെൻസ് ചെയ്തിട്ട് അത് ECUയിലേക്ക് വരുന്നു. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ ഭാഗങ്ങളും വരുത്തുന്നു. എയർ മാസ് മീറ്റർ എയറിൻ്റെ മാസ് നോക്കിയിട്ട് അത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ഒരു സിഗ്നൽ ഇപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പീഡ് സെൻസറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയെന്ന് വെച്ചിട്ട് ECUയും ഈ ഒരു ഫ്യൂവൽ സിസ്റ്റത്തെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം വെഹിക്കിളിൽ ഒരു സെൻസറിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് ECU കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞു, വെഹിക്കിളിൻ്റെ സ്പീഡ് കൂടി,
എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ സിസ്റ്റത്തിൻ്റെ സൗണ്ട് കൂട്ടണം. അങ്ങനെയുള്ള കൺട്രോളിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്, ECU ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്യൂവൽ സിസ്റ്റത്തെ മാത്രമല്ല ഒരു സെൻസർ ചെയ്യുന്നത്, ആ സെൻസറിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് പല സിസ്റ്റംസ് ഒരു വെഹിക്കിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ വണ്ടി റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മ്യൂസിക് സിസ്റ്റം ഓഫ് ആവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെൻസർ അവിടെ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ഗിയറിലാണ് എന്നുള്ളത് സെൻസ് ചെയ്യുന്നത് വേറൊരു സെൻസറാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റഡ് ആണ്. ഒരു സെൻസറിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് പല സിസ്റ്റംസും വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ECUയിലേക്ക് ഈ ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ അത് എവിടേക്കാണ് വിടുക എന്നുള്ളത് തീരുമാനിക്കുന്നത് ECU ആണ്. ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ, കൂളൻ്റ് ടെമ്പറേച്ചർ, ദെൻ റേഡിയേറ്റർ ഔട്ട്ലെറ്റ് കൂളൻ്റ് ടെമ്പറേച്ചർ, ചാർജ് പ്രഷർ സെൻറ്റർ, ഫ്യൂവൽ ടെമ്പറേച്ചർ സെൻറ്റർ, ഫ്യൂവൽ പ്രഷർ സെൻറ്റർ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ പൊട്ടൻഷ്യോമീറ്റർ, ലാംഡ പ്രോബ്, എക്സോസ്റ്റ് പ്രഷർ സെൻറ്റർ, ക്ലച്ച് പൊസിഷൻ, ത്രോട്ടിൽ വാൾവ് പൊട്ടൻഷ്യോമീറ്റർ, ബ്രേക്ക് ലൈറ്റ് സ്വിച്ച്, ബ്രേക്ക് ലൈറ്റിൻ്റെ സ്വിച്ച്, ഇതൊക്കെ സെൻസ് ചെയ്യുന്നത് ബ്രേക്ക് ലൈറ്റിൽ നമ്മൾ പെഡൽ വെക്കുമ്പോൾ അത് സെൻസ് ചെയ്യുന്ന സെൻസറാണ്. എന്നിട്ട് അത് പോയിട്ട് ഈ ലൈറ്റിനെ കത്തിക്കുന്നു. ഇതൊക്കെ സെൻസറുകളാണ്, ഇതൊക്കെ സെൻറ്ററുകളാണ്. ഇവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് ECUയിലേക്ക്. ECU ആണ് പിന്നെ അത് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ECU പറഞ്ഞു വിടുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ഫ്യൂവൽ പമ്പ് റിലേ, ഫ്യൂവൽ പമ്പിൻ്റെ റിലേ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി. ഫ്യൂവൽ പമ്പ് ഫോർ പ്രീ സപ്ലൈ, ഇഞ്ചക്ഷൻ വാൾവ്സ്, വാൾവ് ഫോർ ഫ്യൂവൽ ഡോസേജ്, ഫ്യൂവൽ പ്രഷർ റെഗുലേറ്റിംഗ് വാൾവ്, സോളിനോയിഡ് വാൾവ് ഫോർ ചാർജ് പ്രഷർ കൺട്രോൾ, ഇൻടേക്ക് മാനിഫോൾഡ് ഫ്ലാപ്പ് മോട്ടർ, ത്രോട്ടിൽ വാൾവ് മൊഡ്യൂൾ, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൾവ്, റേഡിയേറ്റർ ഫാന്, ഓട്ടോമാറ്റിക് ഗ്ലോ പീരിയഡ് കൺട്രോൾ യൂണിറ്റ്, ലാംഡ പ്രോബ് ഹീറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് റേഡിയേറ്റർ ഔട്ട്ലെറ്റ് കൂളൻ്റ് ടെമ്പറേച്ചർ, അതിപ്പോൾ ECUയിലേക്ക് വരികയാണ് ഒരു സിഗ്നൽ. അപ്പോൾ ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് കൂളൻ്റ് ടെമ്പറേച്ചർ അത് സെൻസ് ചെയ്യുന്നു. 98 ഡിഗ്രി ടെമ്പറേച്ചറാണ് കൂളൻറ്റിന് കാണിച്ചത് എന്നുണ്ടെങ്കിൽ, ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ECU എന്ത് ചെയ്യും? ഇത് 98 ഡിഗ്രി ആയിട്ടുണ്ട്, ഫാൻ ഓൺ ആക്കണം, റേഡിയേറ്റർ ഫാൻ ഓൺ ആക്കണം. റേഡിയേറ്റർ ഫാൻ ഓൺ ആവണം എന്നുള്ളത് റേഡിയേറ്റർ ഫാനിന് അറിഞ്ഞുവിടാം. അപ്പോൾ ECU അതിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് റേഡിയേറ്റർ ഫാനിലേക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കും. റേഡിയേറ്റർ ഫാനിന് അപ്പോൾ മനസ്സിലാകും കൂളൻ്റ് ടെമ്പറേച്ചർ 98 എനിക്ക് കറങ്ങാനുള്ള സമയമായിട്ടുണ്ടെന്ന്. അപ്പോൾ റേഡിയേറ്റർ ഫാൻ കറങ്ങും. അങ്ങനെ തിരിച്ചത് 92 എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള സെൻസർ വീണ്ടും റേഡിയേറ്റർ കൂളൻ്റ് ടെമ്പറേച്ചറിലെ സെൻസർ സെൻഡ് ചെയ്യും, റേഡിയേറ്റർ ഫാന് ഓഫ് ചെയ്യിച്ചോ, ഇനി അത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ECU അതിനെയും അനലൈസ് ചെയ്തിട്ട് റേഡിയേറ്റർ ഫാൻ ഓഫ് ആവുന്നു. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് സെൻറ്ററുകളും അതേപോലെ ഔട്ട്പുട്ടുകളും എല്ലാം ECUയിൽ വന്നിട്ടാണ് തിരിച്ച് ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റ് ആയിട്ടാണ് എൻജിൻ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ECM, പല പേരിൽ ഇത് അറിയപ്പെടും. എൻജിൻ കൺട്രോൾ യൂണിറ്റ്, എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ, എൻജിൻ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോണിക് ഡീസൽ സിസ്റ്റം, പല രീതിയിൽ പല പേരിലും ഇത് അറിയപ്പെടലുണ്ട്. അപ്പോൾ ഇതിന് സാധാരണ കോമൺലി പറയുന്ന പേരാണ് എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത്. എന്താണ് ഒരു ആക്ച്വേറ്റർ എന്നുള്ളത്? ആക്ച്വേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ECM ഇറ്റ് ഡസ് ദ മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ ECMൽ നിന്നുള്ള സിഗ്നൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇഞ്ചക്ഷൻ ഓപ്പൺ ഡ്യൂറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ECM ഇൻസ്ട്രക്ഷൻ. ആ ഇഞ്ചക്ഷൻ്റെ സമയത്ത് എത്ര ഫ്യൂവൽ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ആക്ച്വേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സോളിനോയിഡ് വാൾവ് ഓപ്പൺ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇത്രയും ഭാഗങ്ങളാണ്. ഒരു എൻജിനിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യുന്നു, കൂടാതെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്യൂവൽ സിസ്റ്റത്തിൽ എൻജിൻ കൺട്രോൾ മൊഡ്യൂളിൻ്റെ പങ്കാളിത്തം എത്രത്തോളമാണ്, നിലവിലുള്ള വെഹിക്കിൾസിലൊക്കെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ECM എത്രത്തോളം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിലവിലുള്ള ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഭാഗം വളരെ പ്രസക്തിയുള്ള ഭാഗമാണ്. കാരണം BS6 വരുന്നതോട് കൂടിയിട്ട് ഈവൻ ബൈക്കുകളിൽ വരെ ഇലക്ട്രോണിക് ഇഞ്ചക്ഷനാണ് വരുന്നത്. ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിയെ BS6 ഗണത്തിൽ പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ BS6 നിയമപ്രകാരം റൂള് പ്രകാരം ഇറങ്ങിയിട്ടുള്ള അറിയിപ്പ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു പോർഷനാണിത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.